ആരായിരിക്കും? നിലവിലെ ടീമുകളുടെ ഒരു ഫോമും പവർ റാങ്കിങ്ങും അതുപോലെ തന്നെ ഈ പ്രഡിക്ഷൻ ലിസ്റ്റിലൊക്കെ ടോപ്പിൽ വന്നിട്ടുള്ള ടീമുകളുടെ ഒരു സ്റ്റാറ്റും എടുത്തിട്ട് ഒരു 6 ടീമുകളെ നമുക്ക് നോക്കാം. അതിൽ 6ാം സ്ഥാനത്ത് വരുന്നത് ബ്രസീലാണ്. ബ്രസീൽ 6ാമത് വരാനുള്ള കാരണം ഫാൻസിന് തന്നെ അറിയുന്നുണ്ടാകും. നിലവിൽ പ്രതിഭാ ധാരാളിത്തമൊക്കെ ഒരുപാടുണ്ടെങ്കിലും നല്ലൊരു കോമ്പിനേഷൻ വർക്ക്ഔട്ട് ചെയ്തെടുക്കാൻ കാർലോ ആഞ്ചലോട്ടിക്ക് ഇതുവരെയും സാധിച്ചിട്ടില്ല. അതിന്റെ കാര്യം എന്ന് പറയുന്നത് മൂപ്പര് കോച്ചായി വന്നതിന് ശേഷം ഒരുപാട് മത്സരങ്ങൾ ടീമിനൊപ്പം ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇങ്ങനെയൊക്കെയാണ് അവസ്ഥ എങ്കിലും ഏത് സമയവും കാർലോ ആഞ്ചലോട്ടി പോലൊരു കോച്ചിന് നല്ലൊരു 11 ഉണ്ടാക്കിയെടുക്കാൻ വേൾഡ് കപ്പിൽ ഏറ്റവും ബെസ്റ്റ് ബ്രസീലിൽ നിന്ന് പുറത്തെടുപ്പിക്കാനും കഴിയും എന്നുള്ള കാര്യം ഉറപ്പാണ്. നമ്പർ 5 ടീം ഇംഗ്ലണ്ടാണ്. ഇംഗ്ലണ്ടിനെ പലപ്പോഴും ഭാഗ്യമില്ലാത്തൊരു ടീമായിട്ട് തന്നെയാണ് കണക്കാക്കാറുള്ളത്. കാരണം അവസാന ലാപ്പുകളിലൊക്കെ എത്തി നിർഭാഗ്യം കൊണ്ട് വേൾഡ് കപ്പിൽ നിന്ന് പുറത്താകുന്ന ഒരു ശീലം ഇംഗ്ലണ്ടിന് എല്ലായ്പ്പോഴും ഉണ്ട്. പക്ഷെ നമ്മൾ നോക്കുന്ന സമയത്ത് ഈ ഒരു വേൾഡ് കപ്പിലെ ഏറ്റവും വാല്യുബിൾ സ്ക്വാഡ് എന്ന് പറയുന്നത് അത് ഇംഗ്ലണ്ടിന്റെയാണ്. തോമസ് തുഷേൽ എന്ന് പറയുന്ന ആ ഒരു ബുദ്ധിരാക്ഷസനായിട്ടുള്ള കോച്ചിന് കീഴിൽ പ്രീമിയർ ലീഗിൽ പൂണ്ട് വിളയാടുന്ന ഒരു പറ്റം താരങ്ങളാണ് ഇംഗ്ലണ്ടിനായിട്ട് അണിനിരക്കാൻ വേണ്ടി പോകുന്നത്. 4ാമത് പോർച്ചുഗൽ വരാനുള്ള ആദ്യത്തെ റീസൺ എന്ന് പറയുന്നത് പ്രായം കൂടുന്തോറും വീര്യം കൂടുന്ന സാക്ഷാൽ CR7 തന്നെയാണ്. അതിനപ്പുറത്തേക്ക് കഴിഞ്ഞ 2 വർഷത്തെ പോർച്ചുഗൽ നാഷണൽ ഫുട്ബോൾ ടീമിന്റെ ഒരു ചേഞ്ച് നമ്മൾ പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ ടീമിൽ എപ്പോഴും ഒരു ഐക്യം നിലനിന്നിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ലാസ്റ്റ് ഒരു യുവേഫ നേഷൻസ് കപ്പിനൊക്കെ ശേഷം ടീമിന് വന്നിട്ടുള്ള ഒരു ഐക്യം തന്നെയാണ് പോർച്ചുഗലിനെ 4ാമത് എത്തിക്കുന്നത്. 3ാമത് വരുന്നത് ദ കറന്റ് ചാമ്പ്യൻസ് ഓഫ് വേൾഡ് ഫുട്ബോൾ, അത് അർജന്റീനയാണ്. കാര്യം എന്ന് പറയുന്നത് ഇപ്പം പൗലോ ഡിബാല, പപ്പു ഗോമസ് തുടങ്ങിയ പ്രധാന ചില താരങ്ങളെ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ കഴിഞ്ഞ വേൾഡ് കപ്പിലെ അതേ സ്ക്വാഡ് തന്നെയാണ് അർജന്റീനയ്ക്കായിട്ട് ഇറങ്ങാൻ പോവുക. അതിന്റെ കൂടെ പുതിയ കുറച്ച് ചെക്കന്മാരും പിന്നെ ലയണൽ മെസ്സിയും. മെസ്സിയെ പോലെ തന്നെ അർജന്റീനയുടെ ഏറ്റവും വലിയ കരുത്ത് എന്ന് പറയുന്നത് ദ മാസ്റ്റർ ബ്രെയിൻ ലയണൽ സ്കലോനി തന്നെയാണ്. അതുകൊണ്ട് അമേരിക്കയിൽ മെസ്സി അധികാരം നിലനിർത്താനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. 2ാമത് പറയുന്നത് ഫ്രാൻസിനെയാണ്. അതായത് ഒരു മെയിൻ സ്ക്വാഡ് പോലെ 2 ടീമുകൾ ഉണ്ടാക്കാനുള്ള അത്രയും പ്രതിഭകളുള്ള ടീമാണ് ഫ്രാൻസ് എന്ന് പറയുന്നത്. കഴിഞ്ഞ 2 വേൾഡ് കപ്പിലും ഫൈനലിൽ എത്തിയതാണ്. അതിൽ 1ൽ ചാമ്പ്യന്മാരായിട്ടുള്ളതാണ്. അതായത് ഇത്രയും പ്രതിഭകളുള്ള ടീമിനെ എങ്ങനെ കൊണ്ടുപോകണമെന്ന് കൃത്യമായി അറിയുന്ന 2-3 ടീമുകളാക്കിയിട്ട് മറ്റ് ടീമുകളുടെ പ്ലാനുകൾക്ക് അനുസരിച്ച് അതിനെ പൊളിക്കാൻ വേണ്ടി വിന്യസിപ്പിക്കുന്ന ദിദിയർ ദശാംസ് എന്ന് പറയുന്ന കോച്ച് തന്നെയാണ് ഫ്രാൻസിന്റെ ഏറ്റവും വലിയ കരുത്തായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഈ ലോകകപ്പ് നേടാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ടീം എന്ന് പറയുന്നത് നമ്പർ 1 അത് സ്പെയിനാണ്. അതിന് 1ാമത്തെ കാര്യം എന്ന് പറയുന്നത് എല്ലാ മേഖലയിലും ഗോൾ കീപ്പിംഗ് തൊട്ട് ഡിഫൻസ് ആയിക്കോട്ടെ, മിഡ്ഫീൽഡ് ആയിക്കോട്ടെ, അറ്റാക്കിംഗ് ആയിക്കോട്ടെ, എക്സ്പീരിയൻസും അതുപോലെ തന്നെ യങ് പവർ പാക്ഡ് പ്ലെയേഴ്സിന്റെയും ഏറ്റവും മികച്ച ബ്ലെൻഡ്, ഏറ്റവും മികച്ച കോമ്പിനേഷനുള്ള ഒരേ ഒരു ടീം എന്ന് പറയുന്നത് അത് സ്പെയിൻ തന്നെയാണ്. ഈ 2026 വേൾഡ് കപ്പ് നേടാൻ ഏറ്റവും കൂടുതൽ സാധ്യത